ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസിങ്ങിന് പോവാണ്. അനഘേച്ചി നാട്ടിൽ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ മുന്നത്തെ വ്ളോഗിൽ അനഘേച്ചി നാട്ടിലേക്ക് പോവാന്ന്. കാരണം അനഘേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ അനഘേച്ചിക്ക് കുറേ സാധനങ്ങൾ മേടിക്കാല്ലേ? കുറച്ചോളാണ്. കൂട്ടത്തിൽ എനിക്ക് എന്തൊക്കെ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണേ. ഞാൻ കേട്ടില്ല ഛേ അപ്പൊ ഒന്നും മേടിച്ചില്ല തോന്നുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് പർച്ചേസിങ്ങിന് പോവാം. ഇവിടെ വണ്ടി വരുന്നുണ്ട്, കുറച്ച് പേരുണ്ട് കേട്ടോ, എല്ലാവരും വരുന്നുണ്ട് നമ്മുടെ ഒപ്പം പർച്ചേസിങ്ങിന്. നല്ല വെയിലുണ്ട് അല്ലേ? വെയിലത്ത് നോക്കി അമ്പടാ ബുദ്ധിമാൻ. വീഡിയോ അയക്കി അവിടെ വെളി നല്ല ആഘോഷം ഇപ്പോഴാണ് തരങ്കിന്റെ വെസ്റ്റേൺ സെക്ഷൻ സെറ്റ് ചെയ്ത് നമ്മളെല്ലാവരും പർച്ചേസിങ്ങിനാണ് ലുലുമാളിൽ പോണത്. പക്ഷെ ഒരാളിവിടെ ഇന്നലെ ലുലുമാളിൽ പോയിട്ട് ബേഗൊക്കെ മറന്നു വെച്ചിട്ട് അതെടുക്കാനാണ് പോണത്. നമുക്ക് ബേഗ് കിട്ടുമെന്നൊന്നും അറിയില്ല. കിട്ടാൻ വഴിയുണ്ട്, ടോക്കനൊക്കെ ഉണ്ട്. അപ്പൊ ടോക്കൺ ചേഞ്ച് ചെയ്തിട്ട് നമ്മള് ബേഗ് എടുക്കാണ്ട് പോന്നു അല്ലേ? ഞാൻ ബാഗ് എന്ന് പറയാളോ. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഓഫ് ടൈം വെറുതെ ഇരിക്കാൻ സമയമില്ല. ട്രിപ്പാണ്. ഇന്ന് ഞങ്ങൾ ദുബായ് ആണെങ്കിൽ നാളെ ഞങ്ങൾ ഷാർജ, മറ്റേന്നാൾ ഞങ്ങൾ അജ്മൽ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ അബുദാബി. ഒരു ദിവസം വരെ ഞങ്ങൾക്ക് ഓഫ്. നമുക്കത് വെറുതെ ഇരിക്കാൻ ടൈമില്ല. നമുക്ക് പിന്നെ ഇഷ്ടമില്ല. തിരക്കേറിയ ജീവിതം ആനന്ദകരമാക്കാൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്ഭുത ദ്വീപിലെ ലാസ്റ്റ് ഇങ്ങോട്ട് നോക്കൂ, ഇവിടേക്ക്. ഇവിടെ നോക്കണം. നമ്മൾ അലൈൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കിത് ഗൾഫ് രാജ്യത്ത് വന്ന പോലെ തോന്നിയില്ല. കണ്ട, ഫുൾ മരം അങ്ങനെയൊക്കെയാണ്. ഇവിടെ അങ്ങനെ അത്ര ബിൽഡിങ്സ് ഒന്നുമില്ല. ദുബായിൽ പോകണം, ദുബായി പോയാലാണ് നമ്മൾ ബിൽഡിങ്സ് ഒക്കെ കാണുള്ളൂ. എനിക്ക് തോന്നണില്ല. അത് കട്ട് ചെയ്യൂ, കുഴപ്പമില്ല, പറഞ്ഞോ. എനിക്ക് എന്താ അറിയില്ല, നാട്ടിലേക്ക് പോവാന്ന് തോന്നണില്ല. ഞാൻ അതുകൊണ്ട് പർച്ചേസിന് പോകുമ്പോ നമ്മളൊരു ഓഫ് ഡേക്ക് ഡേ ഔട്ട്, നമ്മുടെ ഒരു ഡേ ഔട്ട് അത്ര രീതിയിലാണ് ഞാൻ എടുക്കണുള്ളൂ. പക്ഷെ നാട്ടിൽ പോവാണ്, പർച്ചേസിങ്ങിനാണ് പോണെന്ന് നേരത്തെ ഇങ്ങനെ വിചാരിച്ചു വെച്ചാൽ എനിക്ക് വിഷമം. ടിക്കറ്റ് കയ്യിൽ കിട്ടുന്നു, എല്ലാവർക്കും ഡാറ്റ പറയുന്നു, പോകുന്നു. ശരിക്കും ഇവിടെ ആസ്വദിച്ചോട്ടെ വഴികളൊക്കെ. ഞാനിപ്പോ ആസ്വദിക്കുന്നത് ശരിയാ. ഞാനിനി അങ്ങനെ ജാഹ്ലിയിട്ട് വരൂല. എനിക്ക് ജാഹ്ലിയിലെ കുട്ടികളെ മിസ്സായി. ശരിക്കും അവിടുത്തെ കുട്ടികളെ ഒത്തിരി അങ്ങനെ കമ്പനി ഇല്ല. കൂടുതലും അച്ഛൻ സാറാണ് ക്ലാസ് എടുക്കുന്നത് ജാഹ്ലിയില്. കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് അറിയുള്ളൂ. പക്ഷെ ഇനി ജാഹ്ലിയിൽ ഉണ്ടാവില്ല എന്നാണ് തോന്നണേ. അപ്പം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇത് അലൈനില് നമ്മൾ സെർച്ച് ചെയ്താൽ വരുന്ന ഒരു സ്ഥലമാണ്. എത്തിസലാത്തിന്റെ ഓഫീസാണ്. എത്തിസലാത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സിമ്മാണ് കേട്ടോ ഗൈസ്, മനസ്സിലാക്കിക്കോ. ഇതാണ് വെള്ളം. എവിടെ വെള്ളം? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്ക് വന്നേക്കണം? മലബാറിക്ക് വന്നേക്കാണ്. സെക്കൻഡ് ടൈമാണ് നമ്മൾ മലബാറിക്ക് വരുന്നത്. ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണ്? ഇഷ്ടമാണ്? അടിപൊളിയാ. ഞാൻ ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അന്ന് ഞാനും ഹിരൺ ചേട്ടനും ജിജോ ചേട്ടനും കൂടി ക്യാമ്പിന്ന് നമ്മുടെ ഫുഡൊക്കെ മേടിച്ചത് ഇവിടുന്ന. ഓ, അപ്പോൾ കുറേ വട്ടം കഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് ഗീ റോസ്റ്റ് ആണ്. വാഴയിലൊക്കെ പൊതിഞ്ഞു തരണ കൂടിയില്ലേ? അത് ഇവരുടെ 11:15 നല്ല വിശപ്പുണ്ട്. എങ്ങനെ വിശക്കുന്നുണ്ടോ? വാച്ചിൽ എന്താണ് അങ്ങനെ നമ്മുടെ നെയ് റോസ്റ്റ് വന്നു ഗൈസ്. സൂപ്പറാണോ? ഞാനും കഴിച്ചു നോക്കട്ടെ.
നമ്മൾ ലുലുമാളിൽ എത്തിയിരിക്കുകയാണ്. ആൾക്ക് കുറേ നട്ട്സൊക്കെ മേടിക്കാനുണ്ട്. കോഫി അറബിക്ക്. ഗൈസ്, ഇനി ഇവിടെ തണുപ്പ് കാലം തുടങ്ങാൻ പോവാണ്. നമുക്ക് ക്യാപ്പൊക്കെ മേടിക്കണം. ഇത് രസമുണ്ടല്ല, ക്യൂട്ടായിട്ടുണ്ട്. വേറെ ടൈപ്പ് ഇത് എന്തോ ഇത് എനിക്ക് ഇഷ്ടമായില്ല. നമ്മൾ ലുലുമാളിൽ നിന്ന് ഇറങ്ങി ഇനി വെൽക്കം ട്രേഡേഴ്സിൽ കയറാൻ പോവാണ്. നല്ല വെയിലുണ്ട്. വെൽക്കം ട്രേഡേഴ്സ്, സോറി വെൽക്കം വേൾഡ് ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. നാട്ടിൽ പോണവരൊക്കെ ഇവിടെ വന്നിട്ട് മേടിക്കാൻ തോന്നുന്നു. കാരണം നല്ല വിലക്കുറവുണ്ട്. വിശാലമായ ഷോറൂമാണ് ഗൈസ്. ഇവിടെ കുറേ ഡ്രസ്സ് ഉണ്ട്. ഇങ്ങനെ ഇപ്പുറത്തുകൂടി പോകുമ്പോൾ ഫുൾ ഡ്രസ്സുകളാണ്. പക്ഷെ ഫുൾ പർദ്ദയാണ്. പർദ്ദ ഐറ്റംസ് ഒന്നും പർദ്ദയല്ല, ഇത് നൈറ്റീസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് പറ്റിയ വല്ല ഡ്രസ്സും ഉണ്ടോ? ഉണ്ട് ഗൈസ്, ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനത്തെ ഒന്നും മോഡൽ ഇഷ്ടമല്ല. എനിക്ക് ഫുൾ ടീഷർട്ട്സ് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ജീൻസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. ജീൻസിൻ്റെ സൈഡ് നമ്മൾ 10:30 നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ 2:30 സോ ടയേർഡ് അല്ലേ? ടയേർഡാണോ? ഇനി എന്തൊക്കെ മേടിക്കാണ്ട്? ഇനി ഒരു ഷൂസ് മേടിക്കാനുണ്ട്. കുറച്ച് എന്തെങ്കിലും പേഴ്സണൽ കെയർ സംതിങ് ക്രീംസോ, ഒത്തിരി ഒന്നല്ല. ഒരുപാട് വലിയ പർച്ചേസിംഗ് ഇല്ല. എന്നിട്ട് തന്നെ 400 ദിർഹം പൊടിഞ്ഞു ഗൈസ്. നമ്മൾ ടയേർഡ് ആയതുകൊണ്ട് ബാക്കി വീഡിയോസ് ഒന്നും എടുത്തില്ല. നേരെ റൂമിൽ പോയി. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.